ശ്രീരാമൻ അവതരിച്ചതിൻ്റെ ഉദ്ദേശം രാവണ നിഗ്രഹമാണെന്ന് നാരദൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ആ സത്യം മർത്യജന്മം മൂലം വിസ്മൃതമാകരുതെന്ന് കരുതലോടെയാണ് ഈ ഓർമ്മിപ്പിക്കൽ. ശ്രീരാമന് പിതാവായ ദശരഥൻ അഭിഷേകം ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ രക്ഷിച്ചു ഭരിക്കാനാണ്. ആ ചുമതലയിൽ മുഴുകിപ്പോയാൽ ദശമുഖനെ കൊല്ലുക എന്ന അവതാര ലക്ഷ്യം വിസ്മൃതമാകുന്നതാണ്. അതറിഞ്ഞുകൊണ്ട് ഉൽപ്പല സംഭവൻ തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് നാരദൻ വെളിപ്പെടുത്തുന്നു. താൻ സത്യലംഘിക്കുമെന്നു വിചാരിച്ച് ചിത്തത്തിൽ വിഷാദം തോന്നരുതെന്ന് ശ്രീരാമൻ പറയുന്നു. കാലം അനുകൂലമാകണമെന്നത് ലോകർക്ക് ഏവർക്കും അറിയാവുന്ന തത്വമാണ്. കാര്യസാധ്യത്തിന് കാലാവലോകനം കൂടാതെ കഴിയില്ല. അവതാരോദ്ദേശമെന്തെന്നും അത് എപ്രകാരം സഫലമാകുമെന്നും ശ്രീരാമന് അറിയാം. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് സന്തോഷമായി. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നോരുമ്പെട്ടിരിക്കുന്നിതു നീയുമതിനനുകൂലമായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടായതു മൂലം കാലവിളംബനം എന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മ ലൗകക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ. നാളികലോചനൻ പാദങ്ങൾ
തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവാൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മൂടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനാന്വയ നാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡനമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ ധനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ.